ഹലോ ഗായ്സ് ഹലോ ഗായ്സ്, എക്സോട്ടിക് ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഇടുക്കി ട്രിപ്പും മൂന്നാർ ട്രിപ്പും കഴിഞ്ഞിട്ട്, സോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വേറെ നല്ല വീട്ടിലെത്തി വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇങ്ങനെ കുറച്ച് തിരക്കായിരുന്നു. ഇനി അധികം വൈകാതെ തന്നെ അടുത്ത യാത്രയ്ക്കുള്ള പരിപാടിയിലാണ്. അടുത്ത ആഴ്ച തന്നെ അടുത്ത യാത്ര പോകുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടല്ല, അപ്പോൾ ചൂടൊന്നും ഇല്ലാത്ത തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. സോളോ ട്രിപ്പ് തന്നെ ആയിരിക്കും അതും. അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇനി അതിൻ്റെ പരിപാടിയിലാണ്. പിന്നെ മൂന്നാറിൽ നിന്നുണ്ടെന്ന് തേയിലയൊക്കെ ഉണക്കിയെടുത്തു, അതൊക്കെ പൊടിച്ചിന്ന് ചായ ഇടാൻ വേണ്ടി പോവാണ്. മൂന്നാറിലെ യാത്രയ്ക്ക് എൻ്റെ സന്തോഷ സഹചാരിയായ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട് എപ്പിസോഡ്. പിന്നെ എൻ്റെ CD ഡീലക്സും അടുത്തുണ്ട്. അച്ചു ഇവിടെ കിടപ്പുണ്ട്. അച്ചൂട്ടാ അച്ഛൻ എത്ര നേരം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം താഴ്ച വിട്ട് നല്ല സങ്കടത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ അകത്ത് കയറ്റാമ്പത്തതിൻ്റെ സങ്കടമാട്ടോ ഇത്. അപ്പോൾ ഇവിടെ നല്ല ചൂടാട്ടോ. മൂന്നാറിന് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ജനുവരി ആയപ്പോൾ തന്നെ നല്ല ചൂടൊക്കെ തുടങ്ങി. ഇപ്പോൾ ഫെബ്രുവരി ആയി, ഇപ്പോഴും നല്ല ചൂടാണ് ഇവിടെ. നല്ല പൊടിയും നല്ല ചൂടൊക്കെയാണ്. അങ്ങനെ ചൂടില്ലാത്ത തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയി ജീവിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത് സത്യം പറഞ്ഞാൽ. ഗൈസ്, ഞാൻ ഇടുക്കിയിൽ പോയപ്പോൾ മൂന്നാറിൽ നിന്ന് പറിച്ച തേയിലാണ് കേട്ടോ. അത് വീട്ടിൽ കൊണ്ടൊന്ന് ഉണക്കിയിട്ട് ഇതിപ്പോൾ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. പൊടിച്ചതിന് ശേഷം ഇതിൽ ചായ ഇട്ട് കുടിക്കണം കേട്ടോ. പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ് കേട്ടോ അത്. ഗൈസ്, ഇത് എത്ര നേരം പൊടിച്ചിട്ട് എന്താ പൊടിയുന്നില്ല. കാരണം എന്ന് വെച്ചാലേ ഇത് കുറച്ച് അളവില്ലേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രമേ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. സാരമില്ല, ഇത്രയും പൊടിയൊക്കാൻ പറ്റുള്ളൂ. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ചായ ഇട്ട് കുടിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ തേയില. നമ്മളത് തേയില കൊണ്ട് ചായ ഇടാനുള്ള പരിപാടിയിലാണ്. ഇത് കളർ കുറച്ച് കുറവായിരിക്കും. ഇത് തേയില പൊടിയല്ല, തേയില തന്നെ ഇട്ട ചായയാണ്. ഗൈസ് കണ്ടില്ലേ, അങ്ങനെ ഇതാണ് നമ്മുടെ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന തേയില കൊണ്ടുണ്ടാക്കിയ ചായ. അപ്പോൾ ഞാനത് കുടിച്ചു വെക്കാണ്ട് പോവാണ്. താരതമ്യേന കളറ് കുറവാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ നോർമലി ഇടുന്ന ചായയുടെ അത്രയും കടുപ്പമൊന്നുമില്ല. തേയില അത്യാവശ്യം ഉണങ്ങിയിട്ടാണ് പൊടിച്ചത്, എന്നാലും കുറച്ചേ ഉള്ളതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ഒരുപാട്. അതുകൊണ്ട് തന്നെ ഒരു പച്ച തേയിലയുടെ ഒരു മണം, തേയിലപ്പൊടി അതായത് ഉണങ്ങിയതല്ല, ഒരു പച്ച മണം വരുന്നുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയില്ല, ഉള്ള പോലെ പറയാം. കുഴപ്പമില്ല എന്നേ ഉള്ളൂ കേട്ടോ. കടുപ്പം ഓക്കെയാണ്, അതായത് കടുപ്പം കുറവാണ്. നല്ല ലൈറ്റായിട്ടുള്ള തേയിലയുടെ ആ ഒരു കടുപ്പം. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. ഒരാളെ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഒന്ന് കൊതിച്ചിരിക്കുന്ന കണ്ടാ മണപ്പിച്ച് നോക്കണം എന്താ സാധനം ഒന്ന്. അച്ഛൻ തേയിലയാണിത്, അല്ല ചായയാണിത്, നിനക്കുള്ളതല്ല, നീ കുടിക്കുന്ന സാധനം അല്ല ഇത്. ഇപ്പം തേയില ഇങ്ങനെയും കുടിക്കാം, അല്ലെ ചായ ഇങ്ങനെയും കുടിക്കാം എന്ന് മനസ്സിലായി. കുറച്ചധികം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടി പോലെ കിട്ടും, നമ്മുടെ തേയില പൊടി പോലെ കിട്ടും. ഇത് കുറച്ചേ ഞാൻ എടുത്തിരുന്നുള്ളൂ, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എടുത്തതാട്ടോ. കൊള്ളാം, കുഴപ്പമില്ല, കുടിക്കാമെന്നേ ഉള്ളൂ. അച്ചൂട്ടി കുളിക്കാമോ ഇന്ന്? കുളിക്കണ്ടേ? ഇന്ന് നീ കുളിക്കണ ദിവസമാണ്. A few moments later. ഹലോ ഗൈസ് എന്ന് പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. പേരൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അമ്മമ്മ എടുത്ത് പേരൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് കൊച്ചിൻ്റെ വായിൽ വെച്ചാ സൂര്യ ഹായ് പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ് പറ. ഗൈസ്, അച്ചുവിന് ചെവിക്കകത്ത് ഇൻഫെക്ഷനാണ്. ഇന്ന് ഞാൻ അവനെ കുളിപ്പിച്ചതാണ്. അച്ചു ഇവിടെ വന്നിട്ടുണ്ട്. അച്ചു, നമുക്ക് പാലും ബൂസ്റ്റും കഴിക്കാം, പാലും ബൂസ്റ്റും കുടിക്കാം. അവിടെ ഇരുന്നോയേ, അവിടെ ഇരുന്നോ, കൊണ്ടുവരാം, അവിടെ ഇരുന്നോ. ഞാൻ അച്ചുവിന് വയ്യാത്തതുകൊണ്ടതാ
അച്ഛന് ഗുളി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഗുളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. എവിടെയത് അച്ചുട്ടിയുടെ ഗുളി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചെവിയിലൊഴിക്കാനുള്ള ഈ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പാല് ചൂടായിക്കൊണ്ടിരിക്കണം. പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടിയും പിന്നെ ബൂസ്റ്റും കൂടി ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, വെള്ളം ചൂടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാൽപ്പൊടിയും ബൂസ്റ്റും കൂടി ഇട്ടിട്ട് ഒഴിച്ച് കലക്കി ചൂടാക്കിയിട്ട് അവന് കൊടുക്കാം. ഇത് മൊത്തം അവനുള്ളതല്ല, ഇത് പകുതി അവന് മതി, ബാക്കി പകുതി എനിക്ക് കുടിക്കാൻ കേട്ടോ. ബൊമ്മക്കുട്ടാ, മിസ്റ്റർ ബൊമ്മു, എന്താണ് ഇവിടെ? ഇന്ന് കുളിച്ച് സുന്ദരനായല്ലോ. ഇന്ന് അഴുക്കൊക്കെ പോയി വെളുത്തിരിക്കുന്നു. ഒരു ഹായ് പറയൂ. അപ്പം ഞങ്ങളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ശല്യം ചെയ്യില്ല, ഞങ്ങളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? മാറിപ്പോയി. അയ്യോ, എന്താ കൈയൊക്കെ എടുത്തു തരുന്നു? എന്താണ് ചെവിക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ. കണ്ടില്ലേ, ചെവിക്കകത്ത് കണ്ടില്ലേ പഴുപ്പുണ്ട്, ഉണ്ടല്ലേ, കറുത്തിരിക്കുന്നതാണ്. വൈകിട്ട് മരുന്നൊഴിച്ച് കൊടുത്തു. ഇനി അടുത്ത് വീണ്ടും രാവിലെയും വൈകുന്നേരവും ഗുളി കൊടുക്കണം. ആൻറ്റിബയോട്ടിക് അല്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റാണ്. പിന്നെ ഇതുപോലെ തുള്ളി മരുന്നൊഴിച്ച് ക്ലീൻ ചെയ്യണം. ചെറിയ വേദന ഉണ്ട്. കിടന്നോ സുന്ദരനായല്ലോ എന്ന് കുളിച്ചപ്പോൾ. എന്താണ് ഇവിടെ നീ കിടന്നോ? തല ഇപ്പം താഴെ പോവും, തറയിൽ പോവും. ഇങ്ങോട്ട് കിടക്കണം. കിടന്നോ തണുത്തിട്ട് പാൽ കുടിക്കാം. അച്ഛന് ഗുളി കൊടുക്കുന്ന ഇങ്ങനെ കേട്ടോ. പാൽപ്പൊടിയുടെ പാക്കറ്റിനകത്തേക്ക് ഗുളി ഇതാ ഇങ്ങനെ ഇട്ടു. അതിന് ശേഷം ചുറ്റി വെച്ചിട്ട് ഗുളിയെ മൊത്തം ഇങ്ങനെ പൊടിച്ചെടുക്കണം. നീ പൊടിച്ച് വെച്ചേക്കുന്നതിന് അവൻ്റെ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. പഞ്ചസാരയും കൂടെ ഇട്ടണം കേട്ടോ. ഞാൻ നോക്കിയപ്പം മധുരം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം കൊടുക്കാം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. തണുക്കാതെ നമുക്ക് ഗുളിക ഇടാനും പറ്റില്ല. ഇന്ന് കുളിച്ച് സുന്ദരനായിട്ട് കിടക്കുകയാണോ ഇവിടെ? ഹലോ, കൈ തരുമോ? കൈ ഉണ്ടോ തരാൻ? കൈയില്ലേ, മൂടില്ലേ? കിടന്നു. ഗായ്സ്, ഇന്നൊരു കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. കുഴിമന്തി നമ്മൾ കഴിക്കാവുന്നതിന് മുമ്പ് ഇവിടെ കുഴിമന്തി ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടുതലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ച് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ടാസ്ക് ആയിരിക്കും ആ സമയത്ത് എടുക്കുന്ന. സലാഡുണ്ട്, ഗ്രേവി ഉണ്ട്, പിന്നെ 2 ഇത് മയോണൈസും പിന്നെ മിൻ ചട്നിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ലൈമുണ്ട്. ലൈം ഞാനിപ്പോൾ അടിച്ചതാണ്. പിന്നെ കുഴിമന്തി വാങ്ങിച്ചിട്ടുണ്ട്. ക്വാർട്ടർ തന്നെ വാങ്ങിച്ചേക്കണേ. ഓക്കെ ഗായ്സ്, ഇനി ഫുഡ് അടിക്കാൻ തുടങ്ങാം. ഇവിടെ ഇരിക്കട്ടെ, ബാക്കി കഴിക്കാം. വേണ്ട, എപ്പോഴും ചെസ് പീസ് തന്നെയാണ് ഞാൻ കഴിക്കാറുള്ളത്. കൊള്ളാം, നല്ല ഫ്ലേവർ. വേസ്റ്റിലാക്കാം. മയോണൈസ് വിട്ടിട്ട് ഒരു കളിയില്ല. മുളക് അടിപൊളി. ലൈം, ആഹാ, ഈ നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. മയോണൈസ് കുറച്ച് കുറഞ്ഞു പോയി, നല്ല കുഴപ്പമില്ല.
അപ്പോൾ ബാക്കിയിരുന്ന റൈസ് എല്ലാം കൂടെ എടുത്ത് തട്ടിയിട്ടുണ്ട്. ഇത്രയും കൂടെ ഒന്ന് ഫിനിഷ് എടുക്കണം. ഈ കുഴിമന്തിയുടെ റൈസും ഈ മയോണൈസും ഈ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് കൂട്ടി കുഴച്ച് കഴിക്കണം. മുളക് ചട്നി കേട്ടോ. ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ നമുക്കിതാ ഈ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല. പിന്നെ എന്ത് കഴിച്ചാലും ഞാൻ കുറച്ച് അച്ചുവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് ചിക്കനും കുറച്ച് റൈസും ഞാൻ എന്തായാലും അച്ചുവിന് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൊടുക്കണം. അപ്പോൾ ഗൈസ് ദാ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ചോ, ഞാൻ കഴിക്കുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ കേട്ടോ. സോറി. ഓക്കെ ഗായ്സ്, ഫിനിഷായി. ഔട്ടർ വരൊന്നും വയ്യ അടുത്ത്. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഗൈസ്, ഇനി നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയിരുന്ന കുറച്ച് ചോറും പിന്നെ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ട് അച്ചുവിന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചൂടെ തന്നെ നിൽപ്പുണ്ടാവും, കാണിച്ചു തരാം. ഇവിടെ അതേ നിൽക്കണം, കണ്ടില്ലേ? അച്ചുതാ കുഴിമന്തി തിന്നോ, തിന്നോ, ഇവിടെ നിന്ന് തിന്നോ. കണ്ടോ, എന്ത് കൊടുത്താലും അച്ചുവിന് കുറച്ച് എന്തായാലും ഞാൻ കൊടുത്തിട്ടേ കഴിക്കാറുള്ളൂ. ഇതുപോലെ കഴിച്ചോ. അപ്പോൾ ഗൈസ്, ബൈ ബൈ.